വെൽക്കം ടു അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചേഞ്ചിന് എൻ്റെ മുഖത്തിന് പകരം ഞാൻ എന്നും ഉണ്ടാക്കുന്ന നെയ്റോസ്റ്റും ചമ്മന്തിയുടെയും ഒരു ചെറിയൊരു എന്താണ് ഞാൻ പറയുക സ്നിപ്പറ്റ് അത് കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി. ബിക്കോസ് ദാറ്റ് ഈസ് യാമീസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കഴിക്കുന്നത്, നമ്മൾ പല്ല് തേക്കും, പിന്നെ കുറച്ച് വെള്ളം കുടിക്കും, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. തക്കിട്ടുവിന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ? എല്ലാവരോടും പറയൂ. ദോശമാമം. ദോശയാണ് തക്കിട്ടുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയെല്ലാം കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങാൻ എനിക്കിഷ്ടമില്ല. അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൊടുത്തിട്ട് തന്നെ എന്നാൽ അവളുടെ മൂഡും കുറച്ച് ബെറ്റർ ആവും. ഇല്ലെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യം ഫീഡ് ചെയ്ത് നമ്മുടെ മൂഡും പോകും, അവളുടെ മൂഡും പോകും. സോ ദോശ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദോശ ഇഡ്ഡലിയും അവൾക്ക് അത്ര ഇതില്ല. അവൾക്ക് നല്ല ക്രിസ്പി പപ്പടം പോലെ ഇരിക്കുന്ന ഒരു നെയ് റോസ്റ്റ് പോലത്തെ ഒരു ദോശയാണ് ഇഷ്ടം. കോമ്പിനേഷൻ എന്തും അവൾ ഓക്കെയാണ്. സാമ്പാറാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും തലേ ദിവസത്തെ മീൻ കറി ആണെങ്കിലും എന്താണെങ്കിലും അവള് ഓക്കെയാണ്. തക്കാളി ചട്നി ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ ഇന്ന് വിഷ്ണുവിന് ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളതുകൊണ്ട് ഞാൻ തേങ്ങാ ചട്നിയാണ് ആക്കിയത്. അത് ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് തിളച്ച വെള്ളം ആറിയതിന് ശേഷം അത് ആ ചട്നിക്കകത്ത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് സന്തോഷമാണ്. അപ്പം ഇതാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതില്ലെങ്കിൽ നമ്മുടെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ആൻഡ് ന്യൂട്ടെല്ല വിത്ത് സ്ക്രാമ്പിൾഡ് എഗ്സ്. ഇതാണ് വീണ്ടും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനം. പക്ഷെ ഇഷ്ടമില്ലാണ്ടും അവൾ കഴിക്കുമെങ്കിലും അവൾക്ക് ഭയങ്കര കരച്ചിലും ബഹളവും ദേഷ്യമൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ തുടങ്ങുന്നത്? അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം എപ്പോഴും ഉണ്ടാവും, വിച്ച് ഇസ് ദോശ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ട പോലെ തന്നെ യാമി വാട്ട് ഷീ ഈറ്റ്സ് ഇൻ എ ഡേ, വാട്ട് മൈ ടോഡ്ലർ ഈറ്റ്സ് ഇൻ എ ഡേ. ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, യാമിക്ക് എന്താണ് കഴിക്കാൻ കൊടുക്കുന്നത്, എന്താണ് ഇഷ്ടം, എങ്ങനെയാണ് കഴിപ്പിക്കുന്നത്, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻ. എനിക്കറിയാതെ ഒരു അമ്മ എന്ന നിലയിൽ മറ്റേ ഒരാളുടെ ഒരു കുട്ടി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇത് എൻ്റെ കുട്ടി കഴിക്കുമോ, ഇത് കൊടുത്തു നോക്കിയാലോ എന്നുള്ളൊരു എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഫസ്റ്റ് ടൈം മോംസിന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആക്കിയിട്ട് എന്താണ് യാമിക്കുട്ടി കഴിക്കണമെന്ന് കാണിക്കാം. ഞാൻ കഴിക്കുന്നത് എന്താണ് ഞാൻ ഇതിൽ കാണിച്ചു തരില്ല, ബിക്കോസ് അത് നമുക്ക് വേറെ തന്നെ ഒരു എപ്പിസോഡ് വേണ്ടി വരും. കാരണം ഞാൻ ഓരോ ദിവസം ഓരോ സമയത്തും ഓരോന്ന് പോലെയാണ് ഓരോ സാധനം ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തന്നു, അതിപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ കഴിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് ഫീച്ചർ ചെയ്യാം കേട്ടോ. അപ്പം ഹിയർസ് വാട്ട് മൈ ടോഡ്ലർ ഈറ്റ്സ് ഇൻ എ ഡേ. നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ ടൈമിൽ ഷൂട്ട് ചെയ്യുന്നല്ലേ വിഷ്ണുട്ടാ? മൈ ഫ്രൂട്ട് ഇസ് ഓറഞ്ച്. അതായത് അവൾക്ക് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അറിയുമെങ്കിലും മാഡം ആകെ കഴിക്കുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഓറഞ്ചാണ്. അതും ഓറഞ്ച് മുറിച്ച് കൊടുത്ത് അങ്ങനെ കഴിക്കൂല, അവൾ ഒരു ഫ്രൂട്ടും അങ്ങനെ കഴിക്കൂല. ഇറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ എവറി വൺ എന്നാണെങ്കിൽ ഞെട്ടിക്കോളൂ. കുട്ടി എപ്പം മുതൽ സോളിഡ് കഴിക്കുന്നു അപ്പം മുതൽ ഒറ്റ ഫ്രൂട്ട് കഴിക്കില്ല. ഹൗസ് ആണ്, ഇതാണ് ഓറഞ്ച് ജ്യൂസിന്റെ ഹൗസ്. അതായത് ഒരു ഹൗസിന്റെ ഷേപ്പ് ഒക്കെ ഇല്ലേ, ഇത് താഴെ റൂം, ഇത് മേലെ മറ്റേ ഗോപുരം. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഓറഞ്ച് ഇട്ട് തിരിക്കുമ്പോൾ അടിയിൽ ഹൗസിലേക്ക് ജ്യൂസ് വരും അല്ലേ. എന്നിട്ട് ആ ഹൗസിലെ ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കും അല്ലേ, ഇതിന് തക്കിട്ട് കുടിക്കും അല്ലേ. അപ്പോൾ തക്കിട്ട് പണ്ട് മുതലേ ഫ്രൂട്ട്സ് കഴിക്കാറില്ല. സോളിഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പപ്പായ, മാംഗോസ്, പേർ, ഇങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് ഞാൻ സ്മാഷ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഈ പ്യൂരി ഫോമിൽ കൊടുക്കൂലേ, പ്യൂരി ഫോമിൽ കൊടുക്കുമ്പോൾ ആ സമയത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അവൾ ഒരു ഫ്യൂ മോർ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അവളത് സ്പിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ബാക്കിയുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് സ്പിറ്റ് ചെയ്യാൻ തുടങ്ങിയതല്ല, അവൾ അല്ലെങ്കിലും സ്പിറ്റ് ചെയ്യാൻ തുടങ്ങി. ഷീ പ്രിഫേർഡ് ഓൺലി മിൽക്ക് ഓർ അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് കാര്യങ്ങൾ, കുറുക്ക്, അതൊക്കെയായിരുന്നു അവൾ പ്രിഫർ ചെയ്യുന്നത്. ഫ്രൂട്ട്സ് കഴിക്കുകയില്ലായിരുന്നു. വെജിറ്റബിൾസ് ആക്ച്വലി അവൾ വീണ്ടും പിക്കിയാണ്. പൊട്ടേറ്റോസ് ആണ് ഏറ്റവും ഫേവറേറ്റ്. ബട്ട് ദെൻ ഞാൻ അതിലൊരു ഭയങ്കര വറി ആവുന്ന ഒരു അമ്മയൊന്നുമല്ല. കാരണം മിസ്റ്റർ പൊട്ടേറ്റോ ആവശ്യമുള്ള വിറ്റമിൻസ് എല്ലാം അവർക്ക് like Peppa Pig says, right? Yeah. Mr. Potato had a brown full of hair. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമാണ് വീഡിയോ ഇരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ bring Yami in every video. ഇതാണ് അവസ്ഥ. എന്നെ സംസാരിക്കാൻ സമ്മതിക്കൂല. പക്ഷെ എന്നാലും
ഇതാണ് അവൾ അല്ലാണ്ടും ഒരു സെക്കൻഡ് ലൈക്ക് ഒരു മിനിറ്റിനൊരു 500 ചിക്കു 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 ആരും അവളുടെ ഫ്രണ്ടിലില്ല, അവരെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇന്ത്യയിലൊക്കെ വളരെയധികം പേരൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ് ബേബി ലെഡ് വീനിങ് അല്ലേ. ഇപ്പോൾ ഒരുപാട് അമ്മമാർ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോളിഡ്സ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് കൊടുത്തിട്ട് 1 ഇയർ മുതൽ അങ്ങോട്ട് നമ്മളൊക്കെ കഴിക്കുന്ന ഫുഡ് ഓരോ ദിവസവും ഓരോ മെനു, ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കൊടുത്തിട്ടൊക്കെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുന്നത് വളരെ ഏർലി മുതൽ വളരെ നല്ലൊരു കാര്യമാണ്. സ്പെഷ്യലി ഗ്രീൻസ് ഒക്കെ ഒരുപാട് കൊടുത്തു തുടങ്ങുന്നതും ഒക്കെ. പിന്നെ ഈ ചോക്കിങ്ങിൻ്റെ ഒരു വറി നമുക്ക് വരും. ഈ 1 ഇയർ ഒക്കെ ആകുമ്പം നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് മാത്രം വെച്ച് കൊടുത്താൽ ചിലപ്പം അവർക്ക് അത് ഇറക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. സോ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആണ്. ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ ബേബി ലെഡ് വീഡിങ് ജസ്റ്റ് ലൈക്ക് യു സീ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബേബീനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ബേബിക്ക് ഇത് എടുക്കാൻ പറ്റുമോ, ചോക്കിങ് പ്രോബ്ലം വരുമോ, അല്ലെങ്കിൽ യു ഷുഡ് ഓൾവേസ് മോണിറ്റർ. നിങ്ങൾ ഫുഡ് മുമ്പിൽ വെച്ചിട്ട് അവിടെ കിച്ചണിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ നെവർ നോ ഇഫ് ദർ ആക്ച്വലി ഈറ്റിംഗ് ഇറ്റ് ഓർ സംതിങ്സ് റോങ്. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയേഴ്സ് വരെയെങ്കിലും നിങ്ങൾ ബേബി കഴിക്കുമ്പം ഫീഡ് ചെയ്യുന്നില്ലെങ്കിലും അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്നിട്ട് അത് മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ഇന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്ത് എന്നുള്ളൊരു ഓപ്ഷൻ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയും എനിക്കും എപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ആസ് ദേ ഗ്രോ അവർ വീണ്ടും കൂടുതൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതോറും അവർക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നാച്ചുറലി വരും. അതങ്ങനെയാണ്. ഇപ്പം നമ്മൾക്ക് ചില ഫുഡ് ഇഷ്ടം, ചില ഫുഡ് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. സോ ആസ് ദേ ഗ്രോ അപ്പ് ദേ വിൽ ഓൾസോ ഹാവ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആവുന്ന രീതിയിൽ അവർക്ക് വിറ്റമിൻസ്, അയൺ റിച്ച് ഫുഡ്, പ്രോട്ടീൻ റിച്ച് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിൽ ഇപ്പം ഉച്ചക്കത്തെ ചോറിലാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലും നൈറ്റിലെ ഇതിലാണെങ്കിലും മാക്സിമം നമുക്ക് ടേസ്റ്റോടെ യെറ്റ് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കാൻ പറ്റും. അത്രയും നല്ലത്. ഇപ്പം ഓറഞ്ച് ജ്യൂസ് പണ്ട് മുതലേ അവൾ കുടിക്കുന്നത് ഒരു ഫോഴ്സ്ഫുള്ളി തുടങ്ങിയതായിരുന്നു. ആക്ച്വലി ഫോഴ്സ്ഫുള്ളി ഇൻ ദ സെൻസ് ഞാൻ അവൾക്ക് എപ്പോഴും ഒരു ടി വിയിൽ അവൾക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് കൊടുത്തിട്ട് കുടിപ്പിക്കാൻ തുടങ്ങിയ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളത് കുടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ടി വി ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയാലും അവൾക്കത് കൊടുക്കുമ്പം ഷീ ലൈക്സ് ഇറ്റ്, ഷീ വെയിറ്റ്സ് ഫോർ ഇറ്റ്. ആ ഓറഞ്ച് ജ്യൂസ് കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യും. ബിക്കോസ് അത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമായി. സോ എവറി ഡേ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വിതിൻ ഹാഫ് ആൻ അവർ ഞാൻ അവൾക്ക് ഓറഞ്ച് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ സാധാരണ വാങ്ങിക്കുന്ന കടയിലത്തെ ഈ തൊലി മുറിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഓറഞ്ച് അല്ല, ആ ഓറഞ്ച് അല്ല, ഇതിനെ നമ്മൾ സിട്രസ് എന്ന് പറയും. അപ്പം ഒരു ഗ്ലാസ്സിൽ ഒരു 3 to 4 ഓറഞ്ചസ്, അതിൻ്റെ ഒരു എത്രത്തോളം അതിൻ്റെ വരുന്നു അത്ര അനുസരിച്ചിട്ട് 3 to 4 ഓറഞ്ചസ് എടുക്കും. അപ്പം ഞാൻ ഇങ്ങനത്തെ ജ്യൂസറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് മറ്റേ മെഷീൻ ജ്യൂസർ ഞാൻ എടുത്തിട്ടില്ല. ബിക്കോസ് ഇതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കൂടെ ഞാൻ ഒരു 4 ഓറഞ്ച് കയ്യിലെടുത്ത് ഇതും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമായല്ലോ. അപ്പോൾ ആ റുട്ടീൻ മുടങ്ങില്ല. പിന്നെ എനിക്കെന്തോ ഐ ഓൾവേസ് ഫീൽ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുമാത്രമല്ല വിറ്റമിൻ സി എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു ആബ്സല്യൂട്ട് നെസസറി. സോ അതുകൊണ്ട് ഇത് അവൾ എന്ത് മൂഡിലാണെങ്കിൽ അവൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വി നെവർ forget to keep citrus oranges in stock. അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈം, ലഞ്ചിന് മുമ്പുള്ള ചെറിയൊരു ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ടാണ്, ഹെയറും സ്കിന്നൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഞാൻ ഒരു ഓട്സ് വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ മാമ എർത്തിൻ്റെ ഒരു പുതിയ റുട്ടീൻ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. അതായത് രാത്രി അതിൻ്റെ urban ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ് ഗുഡ് ഓൺ മീ. അപ്പം അവരുടെ പുതിയ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഫീച്ചർ ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ദേ വർ ഓക്കെ വിത്ത് ദാറ്റ് ആൻഡ് ഐ എം ഡബിൾ ഓക്കെ വിത്ത് ദി റിസൾട്ട്സ് ബിക്കോസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് ആക്ച്വലി അവരുടെ പുതിയ അനിയൻ റേഞ്ച് ഓഫ് ഹെയർ കെയർ പ്രോഡക്റ്റ്സ് അയച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയാം, പണ്ട് എൻ്റെ അമ്മമ്മൊക്കെ ഹെയർ ഓയിലിട്ട് തരുന്ന സമയത്ത് ഈ ഉള്ളിയുടെ നീരെടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് തരാറുണ്ടായിരുന്നു. അത് ഹെയർ സ്ട്രെങ്തൻ ചെയ്യാനാണെന്ന് അമ്മമ്മ പറയാറുണ്ടായിരുന്നു, നല്ലപോലെ വളരാനൊക്കെ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വേറെ പ്രോഡക്ട്സിനൊന്നും ഞാൻ ഈ ഷാംപൂ, ഓയിൽ ഇതിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇവരെനിക്ക് അയച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി, ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് നേരം വെച്ചിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ, അതിൻ്റെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ എടുത്ത് വാഷും ചെയ്തു. അപ്പം നമുക്കറിയാം അനിയൻ ഇസ് ആക്ച്വലി എ ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് നമ്മളെ ഹെയർ ലോസ് ഒരുപാട് രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ഹെയർ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കും. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ്
പതപതാന്ന് പറഞ്ഞ് വരത്തില്ല. പക്ഷെ എന്നാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ പോണേ എപ്പോഴും ആ വാഷ് കഴിഞ്ഞ് വന്നിട്ട് ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു മാജിക്കാണ് അത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഹെയർ ടെക്സ്ചറിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇവരുടെ ഹെയർ ഓയിലിൻ്റെ കൂടെ ഇവർ തരുന്ന ഈ ഒരു ബ്രഷ് ഉണ്ട്. കുട്ടി സാധനമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതെന്തിനായിരിക്കും, ഒബ്വിയസ്ലി അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് ഓയിൽ ഇടുന്നതിനെക്കാട്ടിലും ഇത് ഇത്രയും കോംബ് എഫക്റ്റ് തരുന്നുണ്ട്. ഒറ്റ ഇതിൽ നമുക്ക് ആ ഏരിയാസ് കംപ്ലീറ്റ് ആ ഓയിൽ കവർ ചെയ്ത് തന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട്, ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിട്ടിട്ട് ഇനി ഒരു പാർട്ടീഷനിലായിട്ട് ഇത് ഇടാം. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആട്ടോ ആ കോമ്പും ആ ഓയിലിൻ്റെ ഒരു കൂൾനെസ്സും രണ്ടും കൂടെ കയറുമ്പോൾ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ മാമ എർത്തിൻ്റെ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യും തോറും അവർക്ക് നമ്മളുടെ ഓർഡർ ഡയറക്റ്റ്ലി ലിങ്ക് ആവുന്ന അവരുടെ ഒരു വലിയ ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ടാണ്. വളരെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ഇപ്പോൾ ആവശ്യമുള്ള ഒരു ഇനിഷ്യേറ്റീവ് വിച്ച് ഇസ് ബൈ 2025 1 million ട്രീസ് പ്ലാന്റ് ചെയ്യേണ്ട ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പം ഓരോ ഓർഡറും വിലപ്പെട്ടതാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്, മാമ എർത്തിനൊരു ആപ്പ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ആ ആപ്പ് വഴിയാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ ആപ്പ്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും സെയിൽ പ്രൈസസ് ആയിരിക്കും കിട്ടുന്നത്. അത് കൂടാതെ എൻ്റെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ഹെയർ ലോസിന് വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓയിൽസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം, ഞാൻ സപ്പോസ് ഫീച്ചർ ചെയ്ത ഒരു ഓയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശരിക്കും ഹെയർ ലോസ് കുറയുന്നുണ്ടോ എന്ന്. നമ്മൾ ഹെയർ ലോസിനുള്ള ഓയിലോ ഷാമ്പോ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ അത് ഡിഫറൻസ് ഫീൽ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, സ്പെഷ്യലി വിത്ത് ഹെയർ ലോസ്, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ഹെയറിനൊക്കെ അതൊന്ന് യൂസ്ഡ് ആയിട്ട് വരണം. എന്നിട്ട് ഒരു 4-5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് കുറവില്ല എന്ന് തോന്നുവാണെങ്കിൽ മേ ബി ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് എ ഡെഫിഷ്യൻസി ഓർ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് കൺസൾട്ടഡ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആവറേജ് എമൗണ്ട് ഓഫ് ഹെയർ ലോസ് ആണ് ഉള്ളവർക്കുണ്ടെങ്കിൽ സച്ച് ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ സ്ട്രെങ്തനിങ് ഷാംപൂ ആൻഡ് ഹെയർ ഓയിൽസ് വിൽ ബി ഗുഡ്. അപ്പം മാമ എർത്തിൻ്റെ കുറച്ചുകൂടി നാച്ചുറൽ പ്രോഡക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി അവരുടെ പ്രോഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോ ഏരിയാസിലും ഈ ഓയിൽ അപ്ലൈ ചെയ്യും. സോ എൻ്റെ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓയിലിൻ്റെയും നിങ്ങൾക്ക് ഷാമ്പൂൻ്റെയും കണ്ടീഷണറിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ കോഡിനകത്തുനിന്ന് നിങ്ങൾ പോയിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20% ഓഫാണ് ഓൺ ദീസ് പ്രോഡക്ട്സ്, ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ഹെയർ ഓയിൽ. ആൻഡ് യു ഹാവ് ടു ബൈ ഇറ്റ് ബിക്കോസ് I think it is worth a try. It is definitely worth a try. അപ്പം ശില്പ 2021 SHILPA 2021 ആണ് എൻ്റെ കോഡ്. അപ്പം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ താഴെ ആ കൂപ്പൺ കോഡിൽ നിങ്ങളിത് അടിച്ചു കൊടുത്താൽ മതി, 20% ഓഫും നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ആപ്പിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഇപ്പം എൻ്റെ റുട്ടീൻ. അപ്പം ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഹെയർ വാഷും കഴിഞ്ഞ് ഞാൻ വേഗം യാമിക്കുട്ടൻ്റെ ലഞ്ചിന് ഓടാൻ പോവാണ്. ഓക്കെ, ലഞ്ച് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. Hi guys, this is my mom eating my food. No, I'm not eating your food. You have to eat your food. അപ്പോൾ ദാ ഷാറൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ? ആ ഷാംപൂനകത്ത് ഒരു പ്ലാന്റ് കെരറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. അത് കാരണമാണോ എന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് മുടി ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം ആയി. യാമിയുടെ ലഞ്ചാണ് ഇത്. ഇത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് യാമിയുടെ ലഞ്ച്. ചോറ്, തൈര്, പരിപ്പ് കറി, പൊട്ടാറ്റോ ഫ്രൈ, മീൻ വറുത്തത്, പപ്പടം. അപ്പൊ യാമിക്ക് എല്ലാ ദിവസവും ചോറിന്റെ കൂടെ പൊട്ടാറ്റോ ഫ്രൈയും തൈരും നിർബന്ധ അല്ലേ? ആ, അപ്പം ഇന്ന് എല്ലാ ദിവസവും എന്തെങ്കിലും മീനും ഉണ്ടാവും ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ കറി ആണെങ്കിൽ അങ്ങനെ. അപ്പം എന്തുകൊണ്ടാണ് മോൾക്ക് വായിലിട്ട് കൊടുക്കുന്നത്, ഒറ്റയ്ക്ക് കഴിക്കില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, എനിക്ക് അവളുടെ വയറൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് ഫീഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. ചോറ് മാത്രമാണ് അങ്ങനെ. ഇപ്പൊ ബാക്കി വേറെ എന്തെങ്കിലും സ്നാക്സ് പോലെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാസ്ത, നൂഡിൽസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സ്മാഷ് പൊട്ടാറ്റോസ് ഒക്കെ അവൾ തന്നെ എടുത്ത് കഴിക്കും. സ്ക്രാമ്പിൾഡ് എഗ്സ്, നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ്, പീനട്ട് ബട്ടർ ബ്രെഡ്, ന്യൂട്ടെല്ല, ഇതൊക്കെ തന്നെ കഴിക്കും. അപ്പോൾ ചോറും
കഞ്ഞി, ദോശ, ഇത് മെയിൻ ഫുഡ് ഐറ്റംസ് ഒക്കെ എനിക്ക് അവൾക്ക് കറക്റ്റ് കണക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഫീലിംഗ് ഉണ്ട് അവള് ഹാപ്പി ആയിരിക്കുന്നത്. അപ്പൊ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ എന്തായാലും അവർ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ തുടങ്ങും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമ്മുടെ അമ്മമാരൊക്കെ വാരിട്ട് തന്നിട്ട് തന്നെയല്ലേ നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മള് സ്വന്തമായിട്ട് കഴിക്കാനും ഒക്കെ തുടങ്ങിയതല്ലേ. അപ്പം ഈ ബേബി ലെഡ് വീഡിങ് ഒക്കെ നല്ലതാണ് ആസ് ന്യൂ പേരൻസ് ടു പ്രാക്ടീസ് ആൻഡ് ടു ട്രൈ മേക്കിംഗ് യുവർ ചൈൽഡ് എൻ ഇൻഡിപെൻഡന്റ് പേഴ്സൺ റൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ്. അത് നല്ലൊരു പ്രാക്ടീസാണ്. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് ഓവർനൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ദെൻ ഐ എൻകറേജ് ഹർ ടു ഈറ്റ് ഹർ സെൽഫ്. ഇപ്പൊ സപ്പോസ് അവള് ഫിനിഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഫീഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കും. അപ്പം നമ്മളുടെ പേരൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെയാണ് ഞാനും ഈ ഫുഡിന്റെ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ചോറുണ്ടിട്ട് കാണാം. അപ്പൊ ഇപ്പൊ വൈകുന്നേരത്തെ പലഹാരത്തിന്റെ ടൈമാണ്. പലഹാരം എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കൊടുക്കും. ലഞ്ചിൽ ഞാൻ സൈഡ് ഐറ്റംസ് ഒക്കെ മാറ്റി മാറ്റി എപ്പോഴും കൊടുക്കാറുണ്ട്. ലൈക്ക് മീനാണെങ്കിൽ വേറെ മീൻ, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ മീൻ കറി, അല്ലെങ്കിൽ കുമ്പളങ്ങ പുളിശ്ശേരി, അല്ലെങ്കിൽ സാമ്പാർ, അതൊക്കെ ആയിരിക്കും പരിപ്പിന് പകരമായിട്ട്. ഇന്നിപ്പോ നിങ്ങൾ കണ്ട മെനു അതാണ്. നാളെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു റുട്ടീനിൽ അവള് കഴിക്കുന്ന, സന്തോഷത്തോടെ കഴിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ വൈകുന്നേരം ഒരു 5 മണിയായി. അപ്പൊ നമ്മളിപ്പോ കൊടുക്കാൻ പോണത്, ഞാൻ എല്ലാ വൈകുന്നേരവും കൊടുക്കുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റാഗി ആയിരുന്നു. റാഗി നമ്മള് ഫ്രഷ് റാഗി വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിച്ച് അത് ഫൈൻ ചെയ്തിട്ട്, അതായത് അത് കുറച്ചും കൂടി അതിന്റെ തരിതരി മാറ്റിയിട്ട് ഭയങ്കര ഫൈൻ ആയിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ 1 വർഷം അവൾക്ക് കൊടുത്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഫൈൻ ആയിട്ട് അത് സീവ് ചെയ്യാറില്ല. ഞാൻ കുറച്ചും കൂടി അതിന്റെ റോ ഫോമിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കും. പക്ഷെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ നവധാന്യം അതിനകത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഹെൽത്ത് മിക്സ് ഒക്കെ പറഞ്ഞിട്ട് കുറെ കിട്ടില്ലേ, കുറെ നല്ല നട്ട്സിന്റെയും കുറെ റിച്ച് ആയിരിക്കും. ഇതുപോലെ നല്ല നല്ല ഗ്രൗണ്ട് സീഡ്സും ഒക്കെ വാൾനട്ട്സും ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ഹെൽത്ത് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ പോണ്ടിച്ചേരിയിൽ തുടങ്ങിയൊരു ശീലമായിരുന്നു, അത് അവർക്ക് ഇഷ്ടമാണ്, അപ്പൊ അത് കഴിക്കും. ഇതിന് പകരം ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ പറഞ്ഞില്ലേ മിൽക്ക് ഷേക്സ്, അത് കഴിക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് വീട്ടിൽ നിന്ന് അരച്ച റാഗിയാണ്. അപ്പൊ ഇത് വിഷ്ണുവേട്ടന്റെ അമ്മ ട്രിവാൻഡ്രത്ത് നിന്ന് അരിച്ചു കൊണ്ടുവന്നത്, അതാ ഇത്രയും വലിയ ഡബ്ബ. അപ്പം അത്, പിന്നെ കുറച്ച് ഹെൽത്ത് മിക്സ്, നവധാന്യം എന്ന് വേണമെങ്കിൽ പറയാം, നവധാന്യം ഇതിനകത്ത് മിക്സ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാൽപ്പൊടി അതിനകത്തിടും. അവള് രാത്രി കുടിക്കുന്ന പാലാണ് ഇത്, നാൻഗ്രോന്റെ ആണ് അവള് മിൽക്ക് കുടിക്കുക. പശുവും പാലും കുടിക്കും, പക്ഷെ ഇതിനകത്ത് ഞാൻ പൊടിപ്പാൽ, അതായത് നാൻഗ്രോ ആണ് ആഡ് ചെയ്യാറ്. പിന്നെ കുറച്ച് കൽക്കണ്ടം, ഷുഗർ അല്ല, ഞാൻ കൽക്കണ്ടമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു 1.25 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ഒന്ന് മെല്ലെ മെല്ലെ സ്ലോ കുക്കിംഗ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയായിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ വെള്ളം ഫോം നമ്മൾ തിക്കായിട്ട് എടുക്കും. അപ്പൊ തിക്ക് ആവാനായിട്ട് അതിന് എന്തായാലും ഒരു 10 മിനിറ്റ് സമയം എടുക്കും. അപ്പൊ നവധാന്യം റെഡിയായി. ഒരു സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. കുറച്ച് തിക്കുമാണ്, അത് ചൂടാറും തോറും അത് ഇച്ചിരി തിക്കായി വരും. ഇപ്പൊ റാഗി കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം. അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടി ധാന്യങ്ങൾ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇതാണ് അവളുടെ ഈവനിങ് സ്നാക്ക്. ഓക്കെ, അപ്പൊ ഇതിന് പകരം ഇനി നാളെ ഈ സമയത്ത് എന്ത് കൊടുക്കും വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്സ് ആക്കിയിട്ട് കൊടുക്കും. ബനാന, മാംഗോ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട്, ചില സമയത്ത് ചിക്കുവും മാംഗോവും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട്. ബനാന അവൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും കൂടുതൽ മാംഗോ ആണ് അവൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബനാന കൊടുക്കും. അങ്ങനെയെങ്കിലും ബനാന ചെല്ലട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും വൈകുന്നേരം അവളുടെ എന്താ പറയാ, അവൾക്ക് ഒരു പ്രോട്ടീൻ ഷേക്ക്. നമ്മള് പ്രോട്ടീൻ ഷേക്കിൽ കുറച്ച് പ്രോട്ടീൻ പൗഡർ ഇടുമെങ്കിൽ അവൾക്ക് ഫ്രഷ് ആയിട്ടുണ്ട് അടിച്ചു കൊടുക്കും. അധികം പഞ്ചസാരയൊന്നും ഇടില്ല. അതിന് പശുവും പാൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ചില സമയത്ത് അവൾ എൻ്റെ അടുത്ത് സ്പെഗറ്റി ചോദിക്കും, പാസ്ത ചോദിക്കും. അപ്പം പാസ്ത ആൻഡ് സ്പെഗറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഇത് രണ്ടും ഒരു വീഡിയോ ആക്കിയിട്ട് വേണമെങ്കിൽ എപ്പോഴെങ്കിലും കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. പാസ്ത ഫോർ കിഡ്സ്, നമുക്ക് അധികം സോസി, അധികം ഈ പറയുന്ന പോലെ പൗഡേഴ്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വളരെ പ്യുവർ മിൽക്കിൽ തന്നെ ഹെൽത്തി ആയിട്ട് അവർക്ക് കൊടുക്കാൻ ഒരു മാർഗമുണ്ട്. അപ്പൊ പാസ്ത സ്പെഗറ്റിയും അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാണെങ്കിൽ അത് അതിന് പകരം കൊടുക്കും. ഇത് കഴിഞ്ഞാൽ നേരെ ഒരു 9 o'clock മുമ്പായിട്ടുള്ള അവളുടെ ഡിന്നറാണ്. ഓക്കെ,
അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ടി വന്നു. അപ്പം തിരിച്ച് വന്നപ്പം കുറച്ച് വൈകിപ്പോയി. ഒന്നിട്ട് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു യാമീൻ്റെ ഡിന്നർ എന്താണെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇതാണ് കഴിക്കാറ്. ഇതെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് ഇതുപോലെ കുക്കറിൽ ഇട്ടിട്ട് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കും. പിന്നെ ഇത്ര ക്വാണ്ടിറ്റി എടുക്കും. പിന്നെ ഞാൻ എടുക്കുന്നത് മസൂർ ദാളാണ്. ഈ ദാലില്ല, ഈ ഓറഞ്ച് കളർ മസൂർ ദാൾ ഭയങ്കര നല്ല സാധനമാണ്. സ്പെഷ്യലി പൾസസിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പല പല രീതിയിലുള്ള ദാലും പൾസസും പരീക്ഷിക്കുന്നത് നല്ലതാണ്. അവർക്ക് ഇഷ്ടമുള്ളത് നമുക്കതുപോലെ കൊടുക്കാം. അപ്പോൾ ഇത് കുറേ നാളുകളെ അറ്റ്ലീസ്റ്റ് ഒരു 1.5 years പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് കുറച്ചിടും. പിന്നെ അതിനകത്ത് നന്നായിട്ട് ഫസ്റ്റ് കഴുകി എടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് ദാല് രണ്ടും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പിടും. പിന്നെ ഞാൻ അടച്ചിട്ട് അത് വേവാൻ വെക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 വിസിലോളം വെച്ചിട്ട് അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടെ ചോറ് ആഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നത്. എന്നിട്ടും ഒരു 3 വിസിലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. അതിൻ്റെ ഫൈനൽ ഫോം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി എല്ലാവരോടും good night everybody. Good night everybody. Share. Loudly. Like, share.